മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയാണ് മാധ്യമങ്ങളോട്. അദ്ദേഹം രാവിലെ തന്നെ ദുരന്ത സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം കേരളം കണ്ട ഏറ്റവും വലിയ സങ്കടകരമായ ദുരന്തങ്ങളിലൊന്നാണ് എന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ആദ്യ ദിവസത്തെ പ്രതികരണത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ഇന്ന് രാവിലെ കോഴിക്കോട് വഴി ദുരന്ത സ്ഥലത്തേക്ക് എത്തി. അദ്ദേഹത്തോടൊപ്പം 14 മന്ത്രിമാരും സംഭവസ്ഥലത്തുണ്ട്. ഉന്നതതല യോഗത്തിനും സർവകക്ഷി യോഗത്തിനും ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഒരേ മനസ്സോടെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നടന്ന ഏകോപിതമായ പ്രവർത്തനങ്ങളെ അതേ രീതിയിൽ തന്നെ വിലയിരുത്തി തുടർ പ്രവർത്തനം ഏകോപിതമായി നടത്താനാണ് നിശ്ചയിച്ചത്. ഇപ്പോൾ നാം കൂടുതൽ ശ്രദ്ധിച്ചത് ഈ ദുരന്തത്തിനിരയായി അവിടെ കഴിയുന്ന ആളുകളിൽ ഒറ്റപ്പെട്ടു പോയ ആളുകളെ രക്ഷിച്ചെടുക്കാനായിരുന്നു. അതിലെല്ലാവരും നല്ല സേവനം നടത്തിയെങ്കിലും ഏറ്റവും മികവാർന്ന പ്രവർത്തനം പട്ടാളത്തിൻ്റേതായിരുന്നു. അതിന് നേതൃത്വം കൊടുത്ത പട്ടാള മേധാവി ഈ യോഗത്തിൽ അറിയിച്ചത് എല്ലാവരെയും രക്ഷിക്കാൻ കഴിയുന്ന എല്ലാവരെയും രക്ഷിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആരും അവിടെ ബാക്കിയില്ല എന്നുള്ള ഒരു വിവരമാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ കാണാതായ ഒട്ടേറെ ആളുകളുണ്ട്. ഇപ്പോൾ മരണപ്പെട്ട ആളുകളെ നമുക്ക് കണ്ടെത്താനായി ഒരു ഭാഗം ചെതറിയ ശരീരമാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിലൊരു പ്രയാസമുണ്ടായിരുന്നത് ഈ പ്രദേശത്തേക്ക് കടന്ന് അവിടെ കൂടിക്കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്ത് അടിയിലുള്ള ആളുകളെ കണ്ടെത്താനുള്ള ശ്രമത്തിന് വിഘാതമായി വന്നത് ആവശ്യമായത്ര മെഷീനറികൾ അവിടെ എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പം അതിൽ നല്ല പുരോഗതി ഉണ്ടായത് ആ പാലം നിർമ്മിക്കുന്നതിലാണ്. അപ്പോൾ ആ ബേലി പാലം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇനി അതിലൂടെ ഈ പറഞ്ഞ മെഷീനറികൾ അങ്ങോട്ട് കടത്തിക്കൊണ്ടുപോകാനും അവിടെ ആവശ്യമായ മണ്ണൊക്കെ നീക്കം ചെയ്ത് കെട്ടിടത്തിനുള്ളിൽ തന്നെ ആളുകൾ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് തീർച്ചപ്പെടുത്താനും കഴിയും. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ തുറന്ന് നടത്തുകയാണ്. നിലമ്പൂർ ഭാഗത്തേക്ക് ഒഴുകിപ്പോയ ചാലിയാറിൽ വെച്ച് ചാലിയാർ പുഴയിൽ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ അത് നല്ല ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് കണ്ടെത്തിയത്. തുടർന്നും നല്ല തോതിൽ തന്നെ ആ ശ്രമം നടത്തി ഏതെങ്കിലും ശരീരമോ ശരീരഭാഗമോ നദിയിലുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമം തുടരാനും നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെയുള്ള പ്രശ്നം പുനരധിവാസത്തിൻ്റെതാണ്. പുനരധിവാസം ഫലപ്രദമായി നടത്തേണ്ട ഒന്നാണ്. ഇപ്പോൾ നാം പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ഇത്തരം കാര്യങ്ങളിലായതുകൊണ്ട് തൽക്കാലം ആളുകളെ ക്യാമ്പിൽ താമസിപ്പിക്കുക. എന്നാൽ ക്യാമ്പ് ഒരു സ്ഥിരവാസമാക്കാൻ കഴിയില്ല. അപ്പോൾ അവരെ കൃത്യമായി പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. ആ പുനരധിവാസ പ്രക്രിയ ഫലപ്രദമായി സ്വീകരിക്കുമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. നേരത്തെയും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ അനുഭവം നമുക്കുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പ്രശ്നത്തിൽ കൂടുതൽ നല്ല നിലയിൽ പുനരധിവാസ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ക്യാമ്പ് കുറച്ച് നാൾ കൂടി തുടരേണ്ടതായിട്ട് വരും. അപ്പോൾ ക്യാമ്പ് തുടരുമ്പോൾ ആ ക്യാമ്പ് വ്യത്യസ്ത കുടുംബങ്ങളിലുള്ളവർ താമസിക്കുന്നൊരു ക്യാമ്പാണ്.
ഓരോ കുടുംബത്തിനും ആ കുടുംബത്തിൻ്റെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം ആ ക്യാമ്പ്. അപ്പോൾ ആ ഒരു ക്രമീകരണമാണ് ഉണ്ടാക്കുക. ആദ്യം നിങ്ങളോടാണ് പറയാനുള്ളത്, ഒരു ക്യാമ്പിനകത്തേക്ക് നിങ്ങൾ ക്യാമറയായിട്ട് കടക്കാൻ പാടില്ല. കാരണം അതൊരു വ്യത്യസ്ത വീടുകളാണ്, വിവിധ വീടുകളാണ്. നിങ്ങൾക്ക് ആരെയെങ്കിലും കാണണമെങ്കിൽ പുറത്തു വെച്ച് കാണുന്ന നിലയെ സ്വീകരിക്കാം. ക്യാമ്പിന് പുറത്തേക്ക് അവരെ ആരെങ്കിലും വിളിച്ച് കാണുന്നുണ്ടെങ്കിൽ കാണാം. അതേസമയം ക്യാമ്പിനകത്ത് താമസിക്കുന്ന ആളുകളെ കാണാൻ വരുന്നവരുണ്ടാവും. ആ കാണാൻ വരുന്നവരും ക്യാമ്പിനകത്ത് പോയി കാണാൻ പറ്റില്ല. കാരണം ക്യാമ്പിനകത്ത് ആ വീട് മാത്രമല്ല, പല വീടുകളുണ്ട്. അപ്പോൾ പല വീടുകളുടെയും സ്വകാര്യത സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. അപ്പോൾ ക്യാമ്പിന് പുറത്ത് ഒരു റിസപ്ഷൻ പോലൊരു സ്ഥലമൊരുക്കും. അവിടെ വെച്ച് കാണുക, സംസാരിക്കുക, തിരിച്ചു പോവുക. ഈ ക്രമീകരണം ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്യാമ്പിനകത്ത് തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ പ്രതിനിധികളടക്കമുള്ള ജനപ്രതിനിധികൾ, അതേപോലെ ഉദ്യോഗസ്ഥ വൃന്ദം നല്ല രീതിയിൽ ചുമതലയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ആവശ്യമായ കാര്യങ്ങൾ സഹായിച്ച് എത്തിച്ചു കൊടുക്കാൻ അവർ നടപടികൾ എടുക്കുന്നുണ്ട്. നേരിട്ട് സഹായം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവിടെ അനുവദിക്കാൻ പറ്റില്ല. അത് ശരിയായ രീതിയല്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. പിന്നെയൊരു പ്രധാന പ്രശ്നമുള്ളത് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാകരുത് എന്നാണ് കണ്ടിട്ടുള്ളത്. നല്ല പ്രാമുഖ്യം അതിന് കൊടുക്കുകയാണ്. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്, കുട്ടി എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അതിനൊരു ക്രമീകരണം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റും തദ്ദേശഭരണ സ്ഥാപനവും കൂടി ഉണ്ടാക്കണം. അത് തീരുമാനിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആ കുട്ടി ആ വീട്ടിലായിരിക്കാം, ചിലപ്പോൾ അടുത്തുള്ള വീടുകളിലുള്ള കുട്ടികളെ ഒന്നിച്ചിരുത്താൻ പറ്റുമായിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് സ്കൂളിലേക്ക് പോകുക എന്ന് പറയുന്നത് പ്രായോഗികമാവില്ല. പക്ഷേ വിദ്യാഭ്യാസം മുടങ്ങാനും പാടില്ല. ആ തരത്തിലൊരു ക്രമീകരണം ഉണ്ടാക്കുക. പിന്നീട് സാധാരണ നിലക്കുള്ള ക്ലാസ്സിൻ്റെ ക്രമീകരണങ്ങളിലേക്ക് കടക്കാമെന്നാണ് കണ്ടിട്ടുള്ളത്. ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നം ഏറ്റ മാനസികാഘാതമാണ്. അത് പ്രതീക്ഷിക്കാവുന്നതിൻ്റെ എല്ലാം അപ്പുറത്താണ്. അപ്പോൾ ആവശ്യമായത്ര കൗൺസിലിംഗ് അവർക്ക് നൽകണം തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ വിവിധ മാനസിക വിദഗ്ധർ കൗൺസിലിംഗ് നൽകുന്നുണ്ട്. ഇനിയും ആളുകൾ വേണ്ടതായിട്ട് വരും. അതിന് പറ്റിയ ഏജൻസികളെ അടക്കം ഇതിൻ്റെ ഭാഗമാക്കി കാര്യങ്ങൾ നീക്കണമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരെ സ്നേഹപൂർവ്വം അവിടുന്ന് മാറ്റിക്കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പലരും അതിന് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. ആ ശ്രമം തുടരും. പക്ഷേ ഭക്ഷണം കൃത്യമായിട്ട് അവർക്ക് എത്തിക്കുക എന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെ നടപടികളായിട്ട് സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ട്രൈബൽ പ്രൊമോട്ടർമാരുണ്ട്. അവരെയും കൂടി അതിനായി പ്രത്യേകമായിട്ട് ഉപയോഗിക്കുക എന്നാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ഒരു മഹാദുരന്തമാണ് സംഭവിച്ചത്. ഈ ദുരന്തത്തിൽ നിന്ന് വേറൊരു ദുരന്തത്തിലേക്ക് പോകാൻ പറ്റില്ല. ഇതിൻ്റെ ഭാഗമായി വരാനിടയുള്ള മറ്റൊരു ദുരന്തം പകർച്ചവ്യാധിയാണ്. അപ്പോൾ പകർച്ചവ്യാധി തടയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെല്ലാവരും സഹകരിക്കണം. അതിനാവശ്യമായ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന എല്ലാ മുന്നറിയിപ്പുകളും അംഗീകരിച്ചു പോകണം. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലം, അവിടെ ആളുകൾ തടിച്ചുകൂടൽ, അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന നില സ്വീകരിക്കണം. ഇപ്പോൾ യോഗത്തിൽ, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ വന്നൊരു നിർദ്ദേശം, ഈ ബോഡി തിരിച്ചറിയുന്നതിന് ബന്ധുക്കൾ ചെല്ലുമല്ലോ, അവിടെയും അനാവശ്യമായിട്ട് ആളുകൾ തള്ളിക്കയറുകയാണ്. അപ്പോൾ അവിടെ ബന്ധുക്കളായിട്ടുള്ളവർ പോയി കാണുക എന്നല്ലാതെ മറ്റുള്ളവർ തള്ളിക്കയറി നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്രമീകരണം പൊതുവേ നമ്മൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെ മനുഷ്യർ മാത്രമല്ല, ധാരാളം വീട്ടുമൃഗങ്ങൾ ചത്തൊടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി സംസ്കരിച്ചില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി വരുന്ന ദുരന്തമുണ്ട്.
അതും കൃത്യമായി സംസ്കരിക്കാനാവണമെന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ പ്രവർത്തനം ഏതാനും ദിവസം കൊണ്ടോ ഏതാനും ആഴ്ച കൊണ്ടോ നമുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. കുറച്ച് നാളെടുത്ത് ഈ പ്രശ്നമാകെ പരിഹരിക്കേണ്ടതായിട്ട് വരും. അപ്പം അതിന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ തന്നെ ഒരു 12ഓളം മന്ത്രിമാരിവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരും സ്ഥിരമായിട്ട് ക്യാമ്പ് ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഞങ്ങളതിൽ കാണുന്നത് ഒരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ റവന്യൂ മിനിസ്റ്റർ, നമ്മുടെ വനം വകുപ്പ് മന്ത്രി, PWD ടൂറിസം മന്ത്രി, SC/ST മന്ത്രി, ഇങ്ങനെ 4 മന്ത്രിമാരടങ്ങുന്ന ഒരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ പ്രവർത്തിക്കുന്നതായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ തുറന്ന് ഏകോപിച്ച് കൊണ്ടുപോകുന്നതിനായിട്ട്. അതോടൊപ്പം ഇപ്പം തന്നെ പ്രത്യേക ചുമതലയായി ഇവിടെ ശ്രീറാം സാംബശിവറാവു IAS ചുമതലയേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം തുടരും. കൗശികൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായവും ഇവിടെ തുടരുന്നതാണ്. ആ തരത്തിലൊരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ ഫലപ്രദമായി പ്രവർത്തിക്കണം എന്നാണ് കണ്ടിട്ടുള്ളത്. നമ്മുടെ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി വീടാകെ നഷ്ടപ്പെട്ടു പോയപ്പോൾ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടാവും. ആ സർട്ടിഫിക്കറ്റുകൾ നേരത്തെയും ഇത്തരം ചില ദുരന്തങ്ങൾ നഷ്ടപ്പെട്ടു പോയത് നമ്മൾ പുനഃസൃഷ്ടിച്ചു കൊടുത്തിരുന്നു. ആ നടപടികൾ സ്വീകരിക്കുന്നതാണ്. പൊതുവെ നടന്ന പ്രവർത്തനങ്ങളിൽ പൊതുവിൽ ഇത്തരമൊരു ദുരന്തമുഖത്ത് നടത്താൻ കഴിയുന്ന പ്രവർത്തനം നടത്തി എന്നൊരു സംതൃപ്തിയാണ് ആളുകൾക്കെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇനിയും അതേ രീതിയിൽ തുറന്ന് ഏകോപിതമായി പ്രവർത്തനം നടത്തി പോകണം. അതിന് എല്ലാവരും ഒന്നിച്ചുണ്ട് എന്ന വാഗ്ദത്വവുമാണ് ഇവിടെ ഈ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത്രയും വിവരങ്ങളാണ് നിങ്ങളടുത്ത് പങ്കുവെക്കാനുള്ളത്. അത് ഈ ഇവിടെ തന്നെ അഭിപ്രായങ്ങൾ വന്നു. വാടക വീട് അത്രയധികം കിട്ടാൻ ഇവിടെ ഉണ്ടാവില്ല എന്നൊരു അഭിപ്രായം തന്നെ വന്നു. അതൊക്കെ നമ്മൾ ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടികളുടെ ഭാഗമാണത്. ഇപ്പം നമ്മൾ തൽക്കാലം വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. എന്നാൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടികളിൽ ഇതൊന്നും ഒഴിവാക്കപ്പെടുന്നതല്ല, എല്ലാം പരിശോധിക്കുന്ന കാര്യമാണ്. അല്ല, അത് മറികടക്കേണ്ടവരാണല്ലോ മറികടക്കേണ്ടത്. നമ്മൾ ദേശീയ ദുരന്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം നമ്മൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ല, തടസ്സക്കാരല്ലേ അത് പറയേണ്ടത്. ഞങ്ങൾ ഇപ്പോൾ തടസ്സമായിട്ടല്ല പറയുന്നത്. ഇത് വേണമെന്നല്ല, വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് ശരീരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ ശ്രമം തുടരേണ്ടതുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രദേശത്ത്, ആ പ്രദേശത്ത് മണ്ണിങ്ങനെ അടിഞ്ഞു കിടക്കുന്നു. അത് അതിൻ്റെ കെട്ടിടങ്ങളുണ്ട്, ആ കെട്ടിട അവശിഷ്ടങ്ങളുണ്ട്, അതിനടിയിൽ ആളുകളുണ്ടോ എന്നുള്ളത് ഇതെല്ലാം നോക്കണ്ടേ. ഇപ്പോഴല്ലേ മെഷീനറി അങ്ങോട്ട് നീങ്ങുന്നുള്ളൂ. ആ പ്രവർത്തനങ്ങൾ തുടരും. അതൊക്കെ എന്താണെന്നറിയോ, ഈ നമ്മൾ കാണേണ്ടത്, നമ്മളിവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പൊതുവേ നടക്കുകയാണ്. ഇപ്പോൾ ഒരു ക്യാമ്പിൽ ഇവിടെ ഉണ്ടായൊരു അനുഭവമാണ്. ഈ യോഗത്തിൽ വന്ന ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഒരാൾ പറയുകയാണ്, അയാൾ ആ ക്യാമ്പിൽ എല്ലാ സ്ഥലത്തും പോയി, എല്ലാ വീട്ടിലും അവിടെയുള്ള എല്ലാ കുടുംബത്തെയും കണ്ടു. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചേ ഒന്നുമില്ല, എല്ലാം നല്ല നിലക്ക് തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ വന്നിട്ട്
ഭക്ഷണം കിട്ടുന്നില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു ഏതാ ഭക്ഷണം കിട്ടാതെ എന്താ അത്? അല്ല, ഇപ്പം കിട്ടി. അപ്പോൾ ഇങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ വേറൊന്ന് പറഞ്ഞത്, വേറൊരാൾ ഈ പുറത്ത് വന്നിട്ട് ഇങ്ങനെ പറയാണ് പോലും, പുറത്ത് ക്യാമ്പിനകത്തുള്ള ആളാണെന്ന് പറയാൻ പറ്റില്ല, പുറത്തുനിന്ന് ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സാധനം കിട്ടുന്നില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു ഏത് സാധനമാണ് കിട്ടാത്തത്? അതിന് മറുപടിയില്ല. അപ്പോൾ ഇങ്ങനെയൊരു തെറ്റായ പ്രചരണം നടത്തുന്ന വളരെ അപൂർവ ആളുകൾ, അതൊരു പ്രത്യേക മാനസിക അവസ്ഥക്കാരാണ്. അവരെ നമ്മൾ ഗൗനിക്കേണ്ടതില്ല. അത്തരം ആളുകളെ മാറ്റി നിർത്തുക. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണല്ലോ. നമ്മളത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചതാണല്ലോ. അത് നല്ല രീതിയിൽ തന്നെ ആളുകൾ കണ്ടുകൊണ്ടാണല്ലോ ഈ കേരളമാകെ അതിൻ്റെ ഭാഗമായി അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ആളുകളാണിപ്പോൾ അതിലേക്ക് സംഭാവന ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത്? അപ്പോൾ അതാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. മറ്റത് ചിലർ, നിങ്ങൾക്കറിയാലോ പറയുന്ന ആളുകളെ പറ്റിയൊക്കെ, അവരവരുടേതായ ഒരു മാനസിക സുഖത്തിന് വേണ്ടി എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അവിടുന്ന് പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ മതി. ഈ കേന്ദ്രമന്ത്രിമാരടക്കം ഇവിടെ സന്ദർശിച്ചാൽ മാത്രമേ ഇതിന്റെ ഒരു ആഘാതം എത്രയാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അത് ഏതെങ്കിലും തരത്തിൽ അവരെ അറിയിക്കാനോ അവർ വന്ന് കാണണമെന്നുള്ളതാണ്. അല്ല, അവരെ പ്രത്യേകമായിട്ട് അറിയിക്കേണ്ട യാതൊരു കാര്യവും വരുന്നില്ല. എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അറിഞ്ഞ ഉടനെ തന്നെ പ്രധാനമന്ത്രി തന്നെ വിളിച്ചു, ആഭ്യന്തരമന്ത്രി വിളിച്ചു, അവരുമായിട്ടെല്ലാം കാര്യങ്ങൾ സംസാരിച്ചു. എല്ലാ തരത്തിലും വിവരങ്ങൾ അവർക്ക് പോകുന്നുമുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഒരു ശങ്കയില്ല. എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ സഹായ നടപടികൾ അവർ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതൊക്കെ ഇതിൻ്റെ സാധാരണ നടപടിക്രമല്ലേ ഇത്? അതൊക്കെ സാധാരണ നിനക്ക് നടക്കുന്ന കാര്യമല്ലേ. ഈ സംവിധാനത്തിൽ ഇപ്പോൾ 500 മില്ലിമീറ്റർ മഴ പെയ്താൽ അതനുസരിച്ച് ആക്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം സ്വകാര്യ ഏജൻസിയും സർക്കാർ ഉൾപ്പെടെ നടത്തുന്ന സംവിധാനമാണ്. കളക്ടർ ഉൾപ്പെടെ അതിന്റെ ഭാഗമാണ്. അപ്പോൾ അതിന് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പുത്തുമലയിൽ 500 മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ അതിന് ആക്ട് ചെയ്യാവുന്ന സംവിധാനം കൂടി. അത് കലക്ടർ ഉണ്ടല്ലോ. ഏതായാലും കലക്ടറെക്കാളും ജില്ലയിൽ വേറൊരാൾ വേണ്ടില്ലല്ലോ. കലക്ടർ അതിന്റെ ഭാഗമാണെന്നല്ലേ പറഞ്ഞു. അത് അവർ സ്വീകരിച്ചോട്ടെ നടപടികൾ. അതാ നല്ലത്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം വ്യക്തമായല്ലോ. നമുക്ക് അവസാനിപ്പിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗത്തിനും സർവകക്ഷി യോഗത്തിനും ശേഷം അവിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെയും ചെയ്യാൻ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുണ്ടക്കയിൽ ഇനി ജീവനോടെ കണ്ടെത്താൻ ആരും ബാക്കിയില്ല എന്ന കാര്യം സൈന്യം, പട്ടാളം സംവിധാനങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ തുടരും, ദുരന്ത സ്ഥലത്ത് തുടരും, മറ്റു കാര്യങ്ങളെ ഏകോപിപ്പിക്കാൻ എന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. റവന്യൂ മന്ത്രി കെ രാജൻ, ശശീന്ദ്രൻ, മുഹമ്മദ് റിയാസ്, കേളു എന്നീ 4 മന്ത്രിമാരെയാണ് ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായിട്ട് അവിടെ മന്ത്രിസഭാ ഉപസമിതി എന്ന നിലയിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ 12ഓളം മന്ത്രിമാർ അവിടെയുണ്ട്. അവരിൽ ചിലർ തുടരും. പക്ഷേ ഈ 4 പേരടങ്ങുന്ന മന്ത്രിസഭാ ഉപസമിതി നിശ്ചയമായിട്ടും അവിടെ മുഴുവൻ നേരവും ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പുനരധിവാസം, ഈ തെരച്ചിൽ ഇനിയും തുടരും എന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരേ മനസ്സോടെയാണ് കേരളം ഇതോട് പ്രതികരിച്ചത്. തുടർ പ്രവർത്തനം അതുപോലെ തന്നെ ഏകോപനത്തോടെ നടക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ആളുകളിൽ ഒറ്റപ്പെട്ടവരെയെല്ലാം കരക്കെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്, രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പട്ടാളം അറിയിച്ചിട്ടുള്ളത്. പട്ടാളത്തിൻ്റെ മികച്ച പ്രവർത്തനം പ്രത്യേകം മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. രക്ഷിക്കാനാകുന്ന എല്ലാവരെയും രക്ഷിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടാണ് പട്ടാളത്തിൻ്റെ ചുമതലയുള്ള ആളുകൾ നൽകിയിട്ടുള്ളത് എന്ന് അദ്ദേഹം ആദ്യം തന്നെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇനി അവിടെ ആരും ബാക്കിയില്ല എന്നാണ് അവരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ച റിപ്പോർട്ടെന്നാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. കാണാതായ നിരവധി പേരുണ്ട്. പലരെയും നമുക്ക് ഇനിയും കണ്ടെത്താൻ സാധിക്കേണ്ടതുണ്ട്. ശരീരം ചിതറിയ നിലയിൽ പലയിടത്തും കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം തെരച്ചിൽ ഇനിയും തുടരും എന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ പ്രദേശത്തേക്ക് കടന്ന് മണ്ണ് നീക്കം ചെയ്ത ആളുകളെ കണ്ടെത്താനുള്ള ശ്രമത്തിന് മിഷനറികൾ എത്തിക്കാൻ പറ്റിയില്ല എന്ന ഒരു ബുദ്ധിമുട്ട് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ബെയിലി പാലം പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം തടസ്സങ്ങൾ ഇനി ആ നിലക്കുണ്ടാവുകയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. കെട്ടിടത്തിനുള്ളിലുള്ള ആളുകളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും തെരച്ചിൽ തുടരും. ചാലിയാർ പുഴയിലൂടെ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ കണ്ടെത്താനായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അത്തരം ശ്രമങ്ങളും ഇനിയും തുടരും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അടുത്ത ഘട്ടത്തിൽ പുനരധിവാസം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഫലപ്രദമായി നടത്തും.
ഫലപ്രദമായി നടത്തും. ഇപ്പോൾ തൽക്കാലം അവരെ ക്യാമ്പുകളിൽ താമസിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പുനരധിവാസം എന്നത് വളരെ കൃത്യമായി തന്നെയും നടത്തും എന്ന് അദ്ദേഹം പറഞ്ഞു. കുടുംബങ്ങളുടെ സ്വകാര്യത സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവരും പാലിക്കണം എന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വളരെ ഗൗരവത്തോടെയും കൃത്യമായിട്ടും പറഞ്ഞു. മാധ്യമങ്ങൾ അടക്കമുള്ള ആളുകൾ കുടുംബങ്ങളുടെ സ്വകാര്യത അത് ഒരു വീടായി കണക്കാക്കിയിട്ട് അവർ പുറത്തുനിന്ന് അത്തരം സ്വകാര്യത സൂക്ഷിക്കാനുള്ള നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന കാര്യം പ്രത്യേകമായിട്ട് തന്നെയും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റു കാര്യങ്ങളടക്കം അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ യോഗം അവിടെ പൂർത്തിയായി ഇരിക്കുകയാണ്. പ്രവർത്തനം പെട്ടെന്ന് തീരുന്ന പ്രവർത്തനമല്ല ഇത് എന്ന് മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞു. ഈ 4 അംഗ മന്ത്രിസഭാ ഉപസമിതി കാര്യങ്ങൾ ഇനി അങ്ങോട്ട് അവിടെ തുടരുന്ന കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്.